ഹലോ ഗായ്സ്, അച്ഛന്മാരെ. ഇപ്പോൾ നമ്മളിന്ന് പുതിയൊരു സംഭവം നോക്കാൻ പോവുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത് ക്രോം ബുക്കാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഗെയിം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അതിനാദ്യം നമ്മൾ MNS അൺബ്ലോക്ക്ഡ് എന്നുള്ളൊരു വെബ്സൈറ്റ് കയറിയിട്ട് കുറച്ച് ഗെയിം കണ്ടുവച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ അവൈലബിളായ ഗെയിമുകളല്ല ക്രോം ബുക്കിൽ കിട്ടുന്നത്. ഇതിനോട് കീബോർഡിനോടൊക്കെ കളിക്കാൻ പറ്റിയിട്ട ഗെയിമാണ് നമ്മളിന്ന് തപ്പി കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇതിൽ ഏത് ഗെയിമാണെന്ന് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഒരു 30 ലൈക്ക് കിട്ടിയാൽ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും. ഏത് ഗെയിമാണെങ്കിലും കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് എടുക്കാം. നമ്മളിന്ന് ചൂസ് ചെയ്യാൻ പോണ ഗെയിം ഒരു വെടിവെപ്പ് ഗെയിമാണ്. ഒരു അത്യാവശ്യം ലാഗൊന്നുമില്ലാത്ത സ്ഥിതിക്ക് മൗസ് കൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതെടുക്കാൻ പറ്റുമോ നോക്കാം. അതെടുക്കാൻ പറ്റില്ല, ലെവൽ അൺലോക്ക് ആക്കണം. നമുക്ക് മേത്തുള്ള ഇതെടുക്കാം. ലെവൽ 1 എടുക്കാം. ഓക്കെ, അപ്പം ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ന്യൂ ചാനലാണ്, സൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. സ്നൈപ്പർ ഇതാണ് കുഴപ്പം. ഇടയ്ക്കിടയ്ക്ക് ചില ആടുകൾ കയറി വരാൻ സാധ്യതയുള്ള ഗെയിമുകളാണ്, സൈറ്റുകളാണ്. ഓക്കെ, ഹെഡ് ഷോട്ട് അടിക്കണം. ഇത് മൗസ് കൊണ്ട് കുറച്ച് പണിയാണ്. ഓരോരുത്തന്നെ കൊന്നിട്ടുണ്ട്. നമ്മളൊരു 10 പേരെ ഡെഡ് ചെയ്താണ് കളി നമുക്ക് ജയിക്കാൻ പറ്റും. അതാ അതിന് മേത്തിലൊക്കെ കരിക്കുന്ന വെച്ച് കൊന്നു. ഹെഡ് ഷോട്ടിലാണ് നമ്മൾ കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ 2 ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അടിച്ച് ഹെഡ് ഷോട്ട് കുടുങ്ങിയിട്ടുണ്ട്. 2 ആൾക്കാരെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? ലെഫ്റ്റ് ഭാഗത്തതാ ഒരാൾ. അങ്ങനെ ഇത് കൺട്രോൾ കുറച്ച് പണിയാണ്. മൗസ് കൺട്രോൾ ഒന്നാമത് ലാഗായി കളിക്കുകയാണ്. എന്ത് ചെയ്യും? നമ്മുടെ ലൈഫ് അതാ കുറയുന്ന 87ലേക്ക് 87ലേക്ക് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൈഫ്. ഈ ജോലപ്പുറത്തൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷനായി വരികയാണ് ആൾക്കാർ. അപ്രത്യക്ഷരായി വരികയാണ്. അപ്പുറത്തൊക്കെ ഉള്ള ആൾക്ക് വരെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ ക്രോം ബുക്കിൻ്റെ ഇത് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പണിയാണത് കളിക്കാൻ. 2 സ്റ്റാർ 3 സ്റ്റാർ കിട്ടിയില്ല. 2 സ്റ്റാറാണ് കിട്ടിയത്. കുഴപ്പമില്ല, നമ്മൾ അടുത്തേൽ പിടിക്കും. അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് മാപ്പ് മാറി വേറെ മാപ്പായി. ഇനി അവിടെയാണ് കളി. ഓക്കെ, മുന്നേ തന്നെ അപ്ഡേഷനായി കൊന്നു. ഇത്രേ പണിയുള്ളൂ. നമുക്കൊക്കെ ഇത് കളിച്ച മാതിരിയാണ്. നമ്മൾ പ്രോ ആണ് ഇതിലേക്ക്. നമ്മൾ അങ്ങ് അറ്റത്തുള്ള ആളെ വരെ നമ്മൾ അടിച്ചിടും. സ്നൈപ്പറായാലും പിസ്റ്റലായാലും നമ്മൾ ഫ്രീ ഫയർ കളിച്ച് പരിചയമുണ്ട്. പക്ഷെ നമുക്ക് ഈ ക്രോം ബുക്കിൽ നമുക്ക് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് കീബോർഡിനും മൗസും കൊണ്ട് കളിക്കാൻ പറ്റില്ല. സ്ക്രീൻ ടച്ച് ചെയ്ത് കളിക്കേണ്ടി വരും. അത് കുറച്ച് പ്രോബ്ലം തന്നെയാണ്. ഹെഡ് ഷോട്ട് നമ്മൾ മറ്റേ ഷീൽഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് അടിയൊന്നും കൊള്ളില്ല. ഷീൽഡ് തീരാനായി. ഷീൽഡ് തീർന്നു. ഇനി ഷീൽഡ് കാണണമെങ്കിൽ നമ്മൾ ആട് കാണണം. അതായത് നമ്മളെ കൊണ്ടാവില്ല. നമ്മൾ റീലോഡ് ചെയ്യുന്നു അടിക്കുന്നു. പീറ്റ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ പറയാം. ക്രോം ബുക്കിൽ ഹയർ ലോവർ ഫുട്ബോൾ ഗെയിംസ് ഐറ്റാലൊക്കെ ഉണ്ട്. നമുക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവരും നമുക്ക് ആകെയുള്ളത് 36 സബ്സ്ക്രൈബേഴ്സാണ്. ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ലൈവ് ചെയ്യാനുണ്ട്, ബട്ട് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. മുന്നേ തന്നെ പ്രത്യക്ഷനായി ജയിച്ചു. വി വിൽ വിൻ, നമ്മൾ ജയിച്ചു. അപ്പോൾ നമുക്ക് ഇതിലും 2 സ്റ്റാറാണ് നമുക്ക് ലഭിച്ചത്. 2 സ്റ്റാർ വാസ് അത്രക്ക് തൃപ്തനല്ല ഞാനതിൽ. 2 സ്റ്റാർ വേണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയുന്നു, ഇതിൽ ലാഗിങ് ആണ്. മൗസ് കൊണ്ട് എടുക്കാൻ ലാഗിങ് ആണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു ഗെയിം, ഒരു കാർ ഗെയിം കളിച്ചു നോക്കാം. ഇൻസ്റ്റാളൊന്നും ചെയ്യേണ്ട, അത് ഫ്രീ ആണ്. ഇതിപ്പോൾ ഏത് ആൻഡ്രോയിഡിലും കിട്ടും ഈ ഒരു NMS ബ്ലോക്ക്ഡ്. അപ്പോൾ ഇൻസ്റ്റാളൊന്നും ചെയ്യേണ്ട. ഇത് നമുക്ക് ഒരു
കൺട്രോൾ കാണിച്ചാലും അതിനനുസരിച്ച് കളിച്ചാൽ മതി. ഇതാണ് പിന്നെ ഒരു മെച്യൂർഡായിട്ടുള്ള ഗെയിമായിട്ട് എനിക്ക് തോന്നിയത്. മറ്റേ ഗെയിം ലാഗാണെങ്കിൽ ഇത് അത്രക്കൊന്നുമില്ല, ലാഗില്ല. നമുക്ക് കീബോർഡ് കളിക്കാൻ പറ്റത് മൗസിലാണ് കളിക്കേണ്ടത്. മൗസ് എൻ്റേത് കുറച്ച് താന്ന രീതിയിലുള്ളതാണ്. അത് നമുക്ക് ഫസ്റ്റ് ട്രാക്ക് തന്നെ എടുക്കാം. ഓക്കെ, ഫോറസ്റ്റ് ഫാൻറ്റസിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, തുടങ്ങാം. നമുക്ക് കൺട്രോൾ കാണിച്ചു തരുന്നുണ്ട്. തുടങ്ങി നമ്മൾ 10ാമതാണ്, ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് കാണാം എത്ര ലാഗാണ് കളിയെന്ന് നമുക്ക് കാണാം. നമ്മൾ 7ാമതെത്തി. മുന്നിലുള്ള വണ്ടിക്കൊക്കെ പോയി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, നോ പ്രോബ്ലം. പോട്ടെ 6ാമതെത്തിയിട്ടുണ്ട്. 6ാമത് തന്നെയാണല്ലേ. നമ്മൾ നീല കാറാണ് 6ാമതായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ദാൻ ഫസ്റ്റ് കളി 6ാമത്, കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. പ്ലെയർ 6ാമതാണ് നമ്മൾ. ഓക്കെ, സ്റ്റാർട്ട് റൈസ്. അടുത്ത റേസിന് നമ്മൾ സ്റ്റാർട്ടായിട്ടിട്ട്. ഓക്കെ, 10ാമതിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ 9ാമതിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല പോക്ക് പോകുന്നുണ്ട്. ഇത് ആരോ അല്ലാണ്ട് നമുക്ക് WASD എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും. ബട്ട് അതിന് നല്ല അറിവ് വേണം. നമ്മൾ 7ാമതെത്തിയിട്ടുണ്ട്. 6th പൊസിഷൻ. കഴിഞ്ഞ പൊസിഷനെ തന്നെ നമ്മളിപ്പോൾ പിടിച്ചിരിക്കുകയാണ്. ഇതിലും 6ാമത്തെ പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. 6ാമത്തെ പൊസിഷനിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 1 more മാച്ച് നമുക്ക് ഇന്ന് കളിക്കാമെന്ന് തോന്നുന്നു. 1 more മാച്ച് കളിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതൊക്കെ നോക്കാം. മാപ്പ്. ഇതെന്താണ് അത്തപ്പൂക്കളോ? വാട്ട് ഈസ് ദിസ് ബ്രദർ? അതെന്താണിത് ഞാൻ കണ്ടത്? സെറ്റ് ഗോ. ഇത് നമുക്ക് എന്തായാലും ജയിച്ചാൽ മതിയാവും. ഇത് നമുക്ക് തോന്നുന്നു ഒരു 3ാം സ്ഥാനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടണം. 1 2 3 11 4 4ാം സ്ഥാനം. ജാതി പോക്ക് പോകുന്നുണ്ട്. 4ാം സ്ഥാനം. പറഞ്ഞ വാക്ക് തേർഡ്. വാട്ട മോനെ, തേർഡാണോ? തേർഡ് കിട്ടുമോ? സെക്കൻഡ് ഇട്ടിനു. സെക്കൻഡ് നല്ല പോക്ക് പോകുന്നുണ്ട്. അജാസ് റേസ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തപ്പോൾ നമുക്ക് 3rd പൊസിഷനാണ് കിട്ടിയത്. നമുക്ക് അടുത്ത ലെവൽ അൺലോക്ക് ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അടുത്തത് അൺലോക്ക് ആയില്ല. സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അൺലോക്ക് ആയി. ലേഫി എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പം പുതിയ മാപ്പാണ്, പുതിയ പ്ലേയേഴ്സാണ്. 10ാം സ്ഥാനത്താണ് നമ്മളുള്ളത്. ജയിക്കാൻ പറ്റുമോ നോക്കാം. ലെറ്റ്സ് ഗോ. 9ാം സ്ഥാനത്താണ്. ഇപ്രാവശ്യം നമുക്ക് 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്രാവശ്യം ടൈറ്റ് മാച്ച് ആയിരിക്കും. 3ാം സ്ഥാനത്ത് എത്തുമെന്ന് തന്നെ ഡൗട്ട് ഉണ്ട്. 6ാം സ്ഥാനം, 5ാം സ്ഥാനം, 4ാം സ്ഥാനം. ആ മഞ്ഞക്കാറിന് അടിച്ച 4ാം സ്ഥാനം കിട്ടും. ബട്ട് കഴിയൊന്നുമില്ല. ലാഗ് 4ാം സ്ഥാനം കിട്ടി. 4th പൊസിഷനിൽ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു മാച്ച് തന്നെ ആയിരുന്നു. 4ാം സ്ഥാനം നമ്മൾ ഫസ്റ്റ് കളി തന്നെ നമുക്ക് 4ാം സ്ഥാനം കിട്ടുകയാണെങ്കിൽ, സെക്കൻഡ് റൗണ്ടിൽ 4ാം സ്ഥാനം കിട്ടുകയാണെങ്കിൽ വി വിൽ നല്ല കളി കളിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനിയും നല്ല ഗെയിം ആണെങ്കിൽ നിങ്ങൾ താഴത്തും ഗെയിമിലുണ്ട്. അപ്പോൾ നല്ല ഗെയിം ആണെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്ത് ഏത് ഗെയിം വേണമെന്ന്, എൻ്റെ പേരൊക്കെ നോക്കി വെച്ചോളൂ, ഏത് ഗെയിം വേണമെന്ന് താഴത്ത് കമൻറ്റ് ബിലോ. ആൻഡ് 30 ലൈക്ക് 50 സബ്സ്ക്രൈബേഴ്സ് എന്നാൽ നമുക്ക് ലൈവും ചെയ്യാം. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് നമുക്ക് റെഡി ആയിട്ട് പോവാം. ഓക്കെ, അപ്പം മറക്കരുത്. ഇത് നിങ്ങളോടൊപ്പം ഞാൻ ആദിൽ ഫർഹാൻ. അടുത്ത വീഡിയോ കാണാം നമുക്ക്. ബൈ.